ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ ആകാവുന്നത് ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. 15, 7, 6, 5, 8, 12, 4, 1, 12, 7, 6, 14. നമുക്ക് 3 വശങ്ങൾ വീതം തന്നിട്ടുണ്ട്. ഇതിലത്തെ ഏതോ ഒന്നാണ് ത്രികോണത്തിന്റെ വശങ്ങളാകുക. അത് ഏതാണ് കാണണം. ഇതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന തത്വം, ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ നീളങ്ങളുടെ തുക 3-ാം വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങളാണ് ഇതെങ്കിൽ ഇതിലത്തെ ഏത് 2 വശങ്ങൾ എടുത്ത് കൂട്ടിയാലും ആ കൂട്ടി കിട്ടുന്ന ഉത്തരം 3-ാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കണം. അപ്പൊ നമുക്ക് ഈ 1-ാമത്തെ ഓപ്ഷൻ എടുക്കുക. 15, 7, 6. എന്നിട്ട് ആദ്യത്തെ 2 വശം കൂടി കൂട്ടുക. 15 + 7 കൂട്ടുമ്പോൾ 22 വരും. ഈ 22 അടുത്ത വശത്തേക്കാൾ വലുതായിരിക്കണം. 6-നേക്കാൾ വലുതാണോ? വലുതാണ്. അപ്പൊ അത് ശരിയായി. ഇനി 7ഉം 6ഉം കൂട്ടുക. 7 + 6 കൂട്ടുമ്പോൾ നമുക്ക് 13 കിട്ടും. 7ഉം 6ഉം കൂട്ടുമ്പോൾ 13 കിട്ടി. അത് 15-നേക്കാൾ വലുതാണ്. 13 15-നേക്കാൾ വലുതല്ല. 13 15-നേക്കാൾ ചെറുതാണ്. അപ്പൊ ഈ തത്വം ഇവിടെ ശരിയാവുന്നില്ല. അപ്പൊ ഇത് ത്രികോണത്തിന്റെ വശങ്ങളല്ല. ഇനി നമുക്ക് അടുത്ത് കിടക്കുക. 5, 8, 12. ആ 2 വശങ്ങളെ കൂട്ടുക. 5ഉം 8ഉം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും. അത് 12-നേക്കാൾ വലുതാണോ? 12-നേക്കാൾ വലുതാണ്. അപ്പൊ അത് ശരിയായി. 8ഉം 12ഉം കൂട്ടുക. 8 + 12 എത്ര വരും? 20. അത് 5-നേക്കാൾ വലുതാണോ? 20 5-നേക്കാൾ വലുതാണ്. അതും ശരിയായി. ഇനി 5ഉം 12ഉം കൂട്ടുക. 5 + 12 എത്ര കിട്ടും? 17. അത് 8-നേക്കാൾ വലുതാണോ? 17 8-നേക്കാൾ വലുതാണ്. അപ്പൊ ഇതില് ഏത് 2 വശങ്ങളുടെ തുകയും 3-ാമത്തെ വശത്തേക്കാൾ കൂടുതലാണ്. ആയതുകൊണ്ട് ഇത് ത്രികോണത്തിന്റെ വശങ്ങളാണ്.